കൂടുതൽ വിവരങ്ങൾ മിനിസ്റ്ററിന് ലഭ്യമായിട്ടുണ്ടോ? പ്രത്യേകിച്ച് കേരള തീരത്തിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇപ്പം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് അതിന്റെ രക്ഷാദൗത്യങ്ങളെല്ലാം നടക്കേണ്ടത്. ഇപ്പോൾ പ്രധാനമായിട്ടും കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 50-ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിക്കാനിടവരികയും തീപിടുത്തം ഉണ്ടായി എന്നുള്ള കണക്കാണ് ഇപ്പൊ ആദ്യം പുറത്തു വന്നത്. കൂടുതൽ കാര്യം എന്താണെന്നുള്ളത് ഇപ്പൊ പോയിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനയിലും അതോടൊപ്പം തന്നെ നാവികസേനയുടെ പരിശോധനയിലും ഒരു വിശദമായ വിവരങ്ങൾ അവർ തരും. അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കാം. പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. 18 പേരെ രക്ഷപ്പെടുത്തിയതായിട്ടും സൂചനയുണ്ട്. ഇതിൽ 22 ജീവനക്കാരുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. 4 പേർ മിസ്സിംഗ് ആണ് എന്ന തരത്തിൽ പറയുന്നുണ്ട്. അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മിനിസ്റ്റർ? ഇല്ല, ഇപ്പൊ ആദ്യത്തെ സൂചന അനുസരിച്ച് 18 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം വന്നിരുന്നു. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ അറിയിക്കും. ഇത് കൊളംബോ തീരത്ത് നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട സിംഗപ്പൂർ ഉടമസ്ഥതയിലുള്ള കപ്പലാണല്ലേ? അതെ, സിംഗപ്പൂർ ബേസ്ഡ് കപ്പലാണ്. കൊളംബോ തീരത്ത് നിന്ന് മുംബൈക്ക് പോയ കപ്പലാണ്. പോകുന്ന വഴിക്കാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം മിനിസ്റ്റർ, ഇതിൽ ഈ നേരത്തെയും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശങ്ക ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ കണ്ടെയ്നറുകൾ ഈ വെള്ളത്തിൽ പോയാൽ അത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ അപകട സാധ്യതയുള്ളതാണോ? ഈ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളടക്കം അല്ലെങ്കിൽ പെട്ടെന്ന് തീപിടിക്കാൻ സാധിക്കുന്ന വസ്തുക്കളടക്കമൊക്കെ ഈ കണ്ടെയ്നറിൽ ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് ഓരോന്നും നമുക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഒന്ന്, കണ്ടെയ്നറുകൾ എന്തൊക്കെയാണ് വസ്തുക്കൾ എന്ന കാര്യം കസ്റ്റംസിനാണ് അറിയാവുന്നത്. അതുപോലെ തന്നെ പിന്നെ അതിന്റെ വിവരങ്ങൾ അറിയാവുന്ന അയക്കുന്ന കമ്പനികൾക്കുമാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളടക്കം ഓരോന്നും നമ്മൾ പരിശോധിക്കാതെ അതിൽ എന്താണെന്ന് പറയാൻ കഴിയില്ല. സ്ഫോടക വസ്തുവാണോ അല്ലാത്തതാണോ എന്ന കാര്യം. ഇപ്പോ ആദ്യം ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമുക്ക് അപകടകരമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ നമ്മൾ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിഷയം ഉണ്ടായാൽ ആ കാര്യങ്ങളൊക്കെ നേരിടാൻ കഴിയുന്ന രൂപത്തിൽ. ജീവനക്കാരിൽ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ മലയാളികളോ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതെ, അങ്ങനെ ഇതുവരെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി അന്വേഷിക്കേണ്ടതും അതോടൊപ്പം തന്നെ അതിന്റെ രക്ഷാദൗത്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടതുമല്ല. അത് അവര് നിർവഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി മിനിസ്റ്റർ, ഈ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലോ അങ്ങനെ ഏതെങ്കിലും ആവശ്യമോ മുന്നോട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സഹായമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ? സ്റ്റേറ്റിന്റെ ഏത് സഹായം അഭ്യർത്ഥിച്ചാലും അപ്പോൾ ചെയ്തു കൊടുക്കും. നമ്മൾ സാധാരണഗതിയിൽ സ്റ്റേറ്റിന്റെ പരിധിയിലേക്ക് ഈ പ്രധാനമായും എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയോ അല്ലെങ്കിൽ കോസ്റ്റൽ തീരത്തേക്ക് കണ്ടെയ്നർ അടിയോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ് അതിൽ ഇടപെടേണ്ട പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ അതിന് കോസ്റ്റൽ പോലീസുണ്ട്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമുണ്ട്, എൻവയോൺമെന്റ് ടീമുണ്ട്. അവരാ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ജാഗ്രതയോടുകൂടി തന്നെയാണ് നിലകൊള്ളുന്നത്. ഈ രക്ഷപ്പെടുത്തിയവർ കേരള തീരത്തേക്കാണോ എത്തിക്കുന്നത്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും അറിയാമോ? അത്തരം വിവരങ്ങൾ വന്നു കഴിഞ്ഞിട്ടില്ല. അത് വരണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. അവർ പോയ ഷിപ്പിലേക്കാണ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ പരുക്കോ അത്തരം വിവരങ്ങളോ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? അതിൽ ഇല്ല, അത് കിട്ടിയിട്ടില്ല. ഇതെല്ലാം വരുന്നതേ ഉള്ളൂ. നിലവിൽ എന്തായാലും കേരള തീരത്തുള്ളവർ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല അല്ലെ? ഇല്ല, ഇപ്പം നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് ജാഗ്രത കുറവൊന്നും ഉണ്ടാകാൻ പാടില്ല. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ VN വാസവൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. ഔദ്യോഗികമായ വിവരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ